നിങ്ങളൊരു VI സിം ഉപഭോക്താവാണോ? അതായത് വോഡാഫോൺ ഐഡിയ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ VI വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഇതേ നില തുടരുകയാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2026 മാർച്ച് 31 VI അവരുടെ പ്രവർത്തനം നിർത്തേണ്ടി വരും. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള റീചാർജുകൾക്ക് VI വലിയ ഓഫറുകൾ നൽകാൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ട് ചാടിക്കയറി വലിയ റീചാർജുകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇനി വാർഷിക റീചാർജ് പ്ലാനുകൾ ചെയ്യുമ്പോഴും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള റീചാർജ് പ്ലാനുകൾ ചെയ്യുമ്പോഴും ഈ 2026 മാർച്ച് 31 എന്ന തീയതി നിങ്ങൾ ഓർത്തിട്ട് മാത്രം റീചാർജ് ചെയ്യുക. അപ്പോൾ എന്താണ് VI നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. നിലവിൽ VI സർക്കാരിന് AGR കുടിശ്ശികയായിട്ട് 83,000 കോടി നൽകാനുണ്ട്. അതുകൂടാതെ തന്നെ സ്പെക്ട്രം കുടിശ്ശിക 1.19 ലക്ഷം കോടി രൂപ നൽകാനുണ്ട്. അതായത് 1.19 ലക്ഷം കോടി രൂപയാണ്. എത്ര ഭീമമാണെന്ന് ചിന്തിക്കണം. ഇത് പ്രകാരം പ്രതിവർഷം 18,000 കോടി എന്ന തോതിൽ 6 വർഷത്തേക്ക് VI കുടിശ്ശിക തിരിച്ചടക്കണം. പ്രതിവർഷം 40,000 കോടി രൂപ മാത്രം വരുമാനമുള്ള VIക്ക് ഇത്രയും ഭീമമായ ഒരു കുടിശ്ശിക ഒരിക്കലും തിരിച്ചടക്കാൻ സാധിക്കില്ല. ഈ ഭീമമായ കുടിശ്ശിക കാരണം അവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ ബാങ്ക് വായ്പ എടുക്കാനോ ഒന്നും തന്നെ ഇപ്പോൾ സാധിക്കുന്നില്ല. ഇത്രയും വലിയ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ ഉടൻ തന്നെ സർക്കാർ ഇടപെട്ട് 30,000 കോടി രൂപയെങ്കിലും കുടിശ്ശികയിൽ നിന്ന് ഇളവ് നൽകണമെന്ന് VI പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇതുവരെ അതിന് മറുപടിയൊന്നും നൽകിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകി. അപ്പോൾ ഈ മാസം 19-ാം തീയതി എന്നാൽ സുപ്രീം കോടതി നിരുപാധികം ഈ ഹർജി തള്ളിക്കളഞ്ഞതോടെ VI ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. അപ്പോൾ ഇനി അടിയന്തരമായി സർക്കാർ ഇടപെട്ടിട്ട് 30,000 കോടി രൂപയെങ്കിലും VIക്ക് ഇളവ് നൽകിയിട്ടില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ VI അടച്ചു പൂട്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ VIയുടെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ സന്തോഷിക്കുന്ന 2 പേരുണ്ട്. ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എയർടെലും ജിയോയും. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് VI എന്ന കമ്പനി അടച്ചു പൂട്ടുന്നത് കൊണ്ട് VI സിം ഉപഭോക്താക്കൾക്ക് മാത്രമല്ല നഷ്ടമുണ്ടാകാൻ പോകുന്നത്. VI എന്ന കമ്പനി അടച്ചു പൂട്ടുന്നതോടുകൂടി ഇവിടെ വലിയൊരു മത്സരം ഇല്ലാതാവുകയാണ്. പിന്നെ എയർടെലും ജിയോയുടെയും കളിയായിരിക്കും ഇവിടെ. അവർ നമ്മളെ പിഴിയുക തന്നെ ചെയ്യും. അപ്പോൾ VI നിലനിൽക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. അപ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി തടയാൻ വേണ്ടിയിട്ട് VI സിം റീചാർജ് ചെയ്ത് നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ VIയുടെ ഒരു സിം റീചാർജ് ചെയ്ത് നിലനിർത്താനൊക്കെ ശ്രമിക്കുക. VIയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള റീചാർജുകൾ ചെയ്യേണ്ട എന്നേ ഉള്ളൂ. നിങ്ങൾ VI സിം നിർബന്ധമായും നിലനിർത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.